യെസ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ, അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. പറയാൻ വിട്ടുപോയ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് 2 വേർഡ്സ് ഉണ്ട്, ഒന്ന് ഓൾ ആണ്, വേറൊന്ന് ബോത്ത് ആണ്. അപ്പോൾ ഈ 2 വേർഡ്സിന് ചില പ്രത്യേകതകളുണ്ട്, നമുക്ക് നോക്കാം. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്? ഒരുപാടുണ്ടെങ്കിൽ അല്ലേ, 2-ലധികം, അതായത് 2-ലധികം എന്നല്ല, മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഓൾ യൂസ് ചെയ്യും. എല്ലാവരും ഓൾ ആർ ആസ്ക്ഡ് ടു എന്താ പറയുക, അസംബിൾ ഇൻ ദി അസംബ്ലി അല്ലെങ്കിൽ ഇൻ ദി പ്രയർ ഹാളിൽ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓൾ എന്ന് പറയുമ്പം എല്ലാവരും, എല്ലാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് കൗണ്ടബിൾ നൗൺ ആയാലും അൺകൗണ്ടബിൾ നൗൺ ആയാലും അല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഷീ ആഡഡ് ഓൾ ദ ഷുഗർ ലെഫ്റ്റ് ഇൻ ദി എന്താ പറയുക, ലെഫ്റ്റ് ഇൻ ദി ബോക്സ്. ആ ബോക്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഷുഗറും അവൾ ആഡ് ചെയ്തു എന്നുള്ള. അപ്പോൾ കൗണ്ടബിൾ ആയാലും അൺകൗണ്ടബിൾ ആയാലും അതിൻ്റെ കൂടെ നമ്മൾ ഓൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ബോത്ത് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ 2 in നമ്പറാണ്. എന്തെങ്കിലും ഒരു കാര്യം 2 എണ്ണമാണെങ്കിൽ നമ്മളത് എപ്പോഴും കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് നമ്മൾ ബോത്ത് യൂസ് ചെയ്യാറ്. അതിൻ്റെ കൗണ്ട് 2 ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബോത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഓൾ എന്ന് പറയുമ്പം ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്? മോർ ദാൻ 1 in നമ്പർ. അത് 2 ആവാം, 3 ആവാം, 1000 ആവാം, 1 crore ആവാം. ഇനി അതല്ല, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിലും മുഴുവനും എന്ന് പറയണം, കംപ്ലീറ്റ് അല്ലെങ്കിൽ മുഴുവനും എന്ന് പറയുന്ന മീനിങ്ങിലും നമ്മൾ ഓൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആണെങ്കിൽ മോർ ദാൻ 1 in നമ്പർ, അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആണെങ്കിൽ മുഴുവൻ എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ്, ഈ 2 വേർഡ്സിനെയും റിലേറ്റ് ചെയ്ത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നോക്കിക്കോളൂ. നമുക്ക് ആദ്യം ബോത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതാം, ബോത്ത്. യെസ്, നമുക്ക് ആദ്യം ബോത്തിൽ നിന്ന് തുടങ്ങാം. ബോത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മളത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാറ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാറ്. കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എപ്പോഴാണ് യൂസ് ചെയ്യണേ? 2 in നമ്പർ ആവുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ബോത്ത് ദി റീസൺസ് ആർ കറക്റ്റ്. They both are going out after a long time. യെസ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ 2 സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ബോത്ത് ഉണ്ട്, ഇവിടെയും ബോത്ത് ഉണ്ട്. ബോത്ത് നമ്മൾ പറഞ്ഞു, ബോത്ത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണേ? 2 in നമ്പർ ആവുന്ന സിറ്റുവേഷനിലാണ്. ബോത്ത് ദി റീസൺസ് ആർ കറക്റ്റ്. ആ 2 കാരണങ്ങളും കറക്റ്റാണ്. ദേ ബോത്ത് ആർ ഗോയിങ് ഔട്ട് ആഫ്റ്റർ എ വെരി ലോങ് ടൈം. അല്ലേ, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരുപാട് എന്താ പറയുക, നാളുകൾക്ക് ശേഷമാണ് അവർ 2 പേരും പുറത്ത് പോകുന്നത്. അപ്പോൾ ബോത്ത് എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ 2 in നമ്പറാണ്. അപ്പോൾ ഈ 2 സെൻറ്റൻസിലും നോക്കിക്കോളൂ, ബോത്തിന് ശേഷം നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. ബോത്തിന് ശേഷം നമ്മൾ യൂസ് ചെയ്തത് പ്ലൂറൽ നൗൺ ആണ് അല്ലേ. ബോത്തിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണത് പ്ലൂറൽ നൗൺ ആണ്. വെർബും പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? ബോത്തിന് ശേഷം നമ്മൾ നൗൺ യൂസ് ചെയ്യുവാണെങ്കിലും അത് പ്ലൂറൽ നൗൺ ആയിരിക്കും. ബോത്ത് ദ റീസൺസ് ആർ കറക്റ്റ്, ബോത്ത് ദ സ്റ്റുഡൻസ് ആർ വെരി ഗുഡ്, അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം ആർ സൂപ്പർ എന്നുള്ള ബോത്തിന് ശേഷം നമ്മൾ നൗൺ യൂസ് ചെയ്താലും പ്രൊനൗൺ യൂസ് ചെയ്താലും അത് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. കാരണം നമുക്കറിയാം ബോത്ത് എന്ന് പറഞ്ഞാൽ 2 in നമ്പറാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ തന്നെ പ്ലൂറലാണ്. അപ്പോൾ നൗൺ പ്ലൂറലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലായി കഴിയുമ്പോൾ വെർബ് എന്തായിരിക്കും? വെർബും പ്ലൂറലായിരിക്കും. സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും പ്ലൂറലായിരിക്കും. മനസ്സിലായല്ലോ? യെസ്. ബോത്ത് ദ റീസൺസ് ആർ കറക്റ്റ്. they are
they are reasonable. Both the reasons are correct അല്ലെങ്കിൽ they are justifiable, reasonable, whatever it may be. അപ്പോൾ ഈ ബോത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗൺ എന്തായിരിക്കും? ബോത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കും. ബോത്തിന് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും. നമ്മുടെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ബോത്ത് ആയതുകൊണ്ട് വെർബും പ്ലൂറൽ ആയിരിക്കും, പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. പിന്നെ ചില സമയത്ത് നമുക്ക് ബോത്ത് ഓഫ് എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. ബോത്ത് ഓഫ് എന്നൊരു യൂസേജ് ഉണ്ട്. സോ അങ്ങനെ ബോത്ത് ഓഫ് വന്നാലും അതിനുശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ബോത്ത് ഓഫിന് ശേഷവും നമ്മൾ പ്ലൂറൽ നൗൺ യൂസ് ചെയ്യും. പ്ലൂറൽ വെർബ് ആയിരിക്കും, പ്ലൂറൽ പ്രൊനൗൺ ആയിരിക്കും. ഒരു എക്സാമ്പിൾ എഴുതാം. ബോത്ത് ഓഫ് ദം ആർ ഗോയിങ് ഔട്ട് ടു മീറ്റ് ദെയർ ബോസ്. ബോത്തിന് ശേഷം, ബോത്ത് ഓഫിന് ശേഷം നമുക്ക് എന്താണ് വന്നത്? നൗണ് വന്നാലും പ്രൊനൗൺ വന്നാലും പ്ലൂറൽ ആയിരിക്കും. ബോത്തിന് വേണ്ടിയിട്ടുള്ള വെർബ് എന്തായിരിക്കും? ആറ് പ്ലൂറൽ ആയിരിക്കും. ബോത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗൺ എന്തായിരിക്കും? ബോത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും പ്ലൂറൽ ആയിരിക്കും. ദെയർ ബോസ് ആണ്, ഹിസ് ബോസ് എന്നോ ഹെർ ബോസ് എന്നല്ല നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്, ദെയർ ബോസ് എന്നാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് ബോത്ത് എന്നുള്ള വേർഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് വേർഡാണ് ഓൾ. ചില സമയത്ത് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ഇതിനെ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുവാണ്. ബോത്ത് ഓഫ് ദം ഹാസ് an idea for this problem. Both of them has an idea for this problem in his head or in his mind. ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ബോത്ത് ഓഫ് ഹിം എന്നാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോത്തിന് ശേഷം വരുന്ന പ്രൊനൗൺ എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. സോ ദം ആണ്. ഹാസ് അല്ല, ഹാവ് ആണ്. ഹാവ് ആൻ ഐഡിയ ഇൻ ഫോർ ദിസ് പ്രോബ്ലം ഇൻ ഹിസ് മൈൻഡ് അല്ല, ഇൻ ദെയർ മൈൻഡ് ആണ്. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ബോത്ത് എന്നുള്ളത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണേ. മനസ്സിലായല്ലോ? യെസ്. ബോത്ത് goes to party regularly. Both goes to party regularly. ബോത്ത് എന്താണ്? പ്ലൂറൽ ആണ്. സോ ഗോസ് അല്ല, ഗോ ആണ്. സോ ബോത്ത് go to party regularly just to spend some time with their kids. അവരുടെ കിഡ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും പോകും. ഈ ദയർ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ബോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ പ്രൊനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബോത്ത്. ഇനി നമുക്ക് ഓൾ നോക്കാം. ഓൾ നമ്മൾ പറഞ്ഞു, ഓളിൽ രണ്ട് കേസ് ഉണ്ട്. ഓളിന് ശേഷം നമുക്ക് കൗണ്ടബിൾ നൗൺ യൂസ് ചെയ്യാം. ഓളിന് ശേഷം നമുക്ക് അൺകൗണ്ടബിൾ നൗണും യൂസ് ചെയ്യാം. നോക്കിക്കോ. ഓൾ ഉണ്ട്. ഓളിന് ശേഷം നമ്മൾ കൗണ്ടബിൾ നൗണാണ് യൂസ് ചെയ്യണതെങ്കിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ ഈ സബ്ജക്റ്റ് പ്ലൂറലാണ്. മനസ്സിലായോ? ഓളിന് ശേഷം ഇഫ് വി ആർ യൂസിങ് കൗണ്ടബിൾ നൗൺ അല്ലേ? യെസ്. നമ്മുടെ ഓളിന് ശേഷം ഓൾ ഈസ് ഫോളോഡ് ബൈ എ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വെർബും പ്ലൂറലായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും പ്ലൂറലായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൗണ്ടബിൾ നൗണും എന്തായിരിക്കും? പ്ലൂറൽ നൗൺ ആയിരിക്കും. ഓൾ തന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടബിൾ നൗണും പ്ലൂറൽ നൗൺ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. all persons who have അല്ലെങ്കിൽ യെസ് who were present there are asked to
assemble in the meeting hall. അല്ലേ? all the persons who were present there are asked to assemble in the meeting hall. allന് ശേഷം പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ നൗൺ ആണ്. സോ നമ്മൾ അതിൻ്റെ പ്ലൂറൽ ഫോം നമ്മൾ യൂസ് ചെയ്തു. ഈ ഹൂ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓൾ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇവിടെ എന്താണ് വരണ്ടേ? പ്ലൂറൽ വെർബാണ് വരേണ്ടത്. പ്രസന്റ് ദർ ആർ ആസ്ക്ഡ് ടു അസംബിൾ ഇൻ ദി മീറ്റിംഗ് ഹാൾ. മനസ്സിലായല്ലോ? യെസ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. all the securities are to be checked properly അല്ലെങ്കിൽ are to be checked all the securities are to be checked അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എഴുതാം. all the letters are to be read for knowing what has written in them. അല്ലേ? എല്ലാ ലെറ്റേഴ്സും നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓളിന് ശേഷം കൗണ്ടബിൾ പ്ലൂറൽ നൗൺ വന്നു. അതിന് വേണ്ടിയിട്ടുള്ള വെർബ് പ്ലൂറൽ ആണ്. ആർ ടു ബി റെഡ് ഫോർ നോയിങ് വാട്ട് ഹാസ് റിട്ടൺ. അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഈ ദം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓളിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? പ്ലൂറൽ ആണ് വരേണ്ടത്. ഓളിന് ശേഷം കൗണ്ടബിൾ നൗൺ വരുമ്പോൾ. ഇനി ഓളിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നാലോ? ബോത്ത് പോലെയല്ല. ഓളിന് ശേഷം നമുക്ക് അൺകൗണ്ടബിൾ നൗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഓളിന് ശേഷം നമുക്ക് അൺകൗണ്ടബിൾ നൗൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കിക്കോളൂ. യെസ്. ഇഫ് all is followed by an uncountable noun. നമുക്കറിയാം അൺകൗണ്ടബിൾ നൗണിന് സിംഗുലർ പ്ലൂറൽ ഇല്ല. സോ നമ്മൾ ഈ സബ്ജക്റ്റിനെ എന്തായി കൺസിഡർ ചെയ്യും? സിംഗുലർ ആയി കൺസിഡർ ചെയ്യും. സിൻസ് അവർ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, നമ്മുടെ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. നമുക്കറിയാം എസ് ഡിനോട്ട്സ് സിംഗുലർ ആൻഡ് പി ഡിനോട്ട്സ് പ്ലൂറൽ അല്ലേ? യെസ്. അപ്പോൾ എസ് ബി എന്ന് പറഞ്ഞാൽ സിംഗുലർ വെർബാണ്. എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ പ്രൊനൗൺ ആണ്. മനസ്സിലായല്ലോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ആഡഡ് all the remaining sugar without knowing its quantity. അതിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാണ്ട് തന്നെ അവൾ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ ഷുഗറും അതിലേക്ക് ആഡ് ചെയ്തു. ഓളിന് ശേഷം വന്നത് ഷുഗർ അൺകൗണ്ടബിൾ ആയ നൗണാണ്. അപ്പോൾ ഇതിനു വേണ്ടി വെർബ് എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താണ് അതിന് യൂസ് ചെയ്യുക? നമ്മൾ സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ ഇറ്റ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിമൈനിങ് ക്വാണ്ടിറ്റി ഷുഗറിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഷുഗറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ്സ് യൂസ് ചെയ്തത്. അപ്പം അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ സിംഗുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള വെർബ് സിംഗുലർ വെർബായിരിക്കും. ആ ഒരു നൗണിന് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊനൗണും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. യെസ്.
അല്ലെങ്കിൽ ഷി റിമൂവ്ഡ് വേണ്ട, ഷി റബ്ഡ് all the dust that was on the table. അല്ലേ? ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ ഡസ്റ്റും. അപ്പം ഡസ്റ്റ് എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ദാറ്റ് വാസ് അല്ലേ? ഈ ഡസ്റ്റ് വാസ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഡസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടേബിളിലുള്ള എല്ലാ ഡസ്റ്റും അവൾ റിമൂവ് ചെയ്തു, റബ്ബ് ചെയ്തു. യെസ്. സോ അപ്പോൾ ഓളിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നാൽ നമ്മൾ ആ സബ്ജക്റ്റിനെ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. യെസ്. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം, ഒരു ചെറിയ കാര്യം കൂടെ. ചില സമയത്ത് നോട്ട് ഓൾ എന്നുള്ളൊരു യൂസേജ് വരും. നോട്ട് ഓൾ എന്ന് പറയുമ്പം അതിനർത്ഥം എല്ലാം ഒന്നുമല്ല എന്നുള്ളൊരു മീനിങ് ആണ്. ഇപ്പം നോട്ട് ഓൾ ഓഫ് ദ റീസൺസ് ആർ അക്സെപ്റ്റബിൾ. എല്ലാ റീസൺസും ഒന്നും അക്സെപ്റ്റബിൾ അല്ല. എല്ലാ റീസൺസും ഒന്നും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുമ്പം അതിനർത്ഥം ചില റീസൺസ് അക്സെപ്റ്റബിൾ ആണ്, അല്ലേ? നോട്ട് ഓൾ ഓഫ് ദ റീസൺസ് ആർ അക്സെപ്റ്റബിൾ എന്ന് പറയുമ്പം എല്ലാ റീസൺസും അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ എന്താണ്? ചില റീസൺസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ചില റീസൺസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുമ്പം ചില റീസൺസ്, സം റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്ലൂറൽ. സോ നോട്ട് ഓൾ വന്നാലും നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യും? പ്ലൂറൽ ആയിട്ട് കൺസിഡർ. അപ്പം നോട്ട് ഓളിന് ശേഷം നൗൺ വന്നാൽ അത് പ്ലൂറൽ നൗൺ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വെർബ് പ്ലൂറൽ ആയിരിക്കും. ആർ അക്സെപ്റ്റബിൾ. യെസ്. അതിനു വേണ്ടി എന്തെങ്കിലും പ്രൊനൗൺ വന്നാൽ അതും പി പി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ പ്രൊനൗൺ ആണ്. മനസ്സിലായല്ലോ? അപ്പം നോട്ട് ഓൾ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? എല്ലാം ഒന്നുമല്ല, അല്ലെങ്കിൽ എല്ലാവരും ഒന്നുമല്ല. യെസ് എന്ന് പറയണ ഒരു മീനിങ് ആണ്. അപ്പം അതിനർത്ഥം ചിലര് അല്ലെങ്കിൽ ചിലത്. സം എന്ന് പറയുന്നത് നോട്ട് ഓൾ എന്ന് പറയുന്നതിൻ്റെ വേറൊരു മീനിങ്, ഒരു പോസിറ്റീവ് മീനിങ് നമ്മൾ പറഞ്ഞാൽ സം എന്നുള്ളൊരു മീനിങ് ആണ്. സം ചിലതുണ്ട്, അല്ലെങ്കിൽ ചിലത് വാലിഡ് ആണ്, അല്ലെങ്കിൽ ചിലത് അക്സെപ്റ്റബിൾ ആണ്. നോട്ട് ഓൾ വെയർ ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എല്ലാവരും ആബ്സെൻ്റ് അല്ലായിരുന്നു, ചിലർ പ്രസൻ്റ് ആയിരുന്നു. അപ്പം നോട്ട് ഓൾ വെയർ ആബ്സെൻറ്റ് യെസ്റ്റർഡേ എന്ന് ഒരാൾ നിങ്ങളോട് വന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇന്നലെ അതെ എല്ലാവരും ആബ്സെൻ്റ് അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ആബ്സെൻ്റ് അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ചിലർ പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളൊരു മീനിങ് അവിടെ ഹിഡൻ ആണ്, അല്ലേ? അപ്പോൾ ആ ചിലത് അല്ലെങ്കിൽ സം എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമുക്കറിയാം സം എന്താണ്? സം എപ്പോഴും പ്ലൂറലാണ്. സം തിങ്സ് ഐ ഡോണ്ട് എന്താ പറയുക, some things about him are very good. Some things അല്ലെങ്കിൽ certain things about him are very good. അല്ലെങ്കിൽ some reasons are good. or വേറൊരു എക്സാമ്പിൾ, ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുമ്പം some ideas were best. ചില ഐഡിയാസ് എന്തായിരുന്നു? ബെസ്റ്റ് ആയിരുന്നു. അപ്പം ചിലത് എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നോട്ട് ഓൾ എന്താണ്? പ്ലൂറലാണ്. ഈ സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പം നോട്ട് ഓളിന് ശേഷം നൗണ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണാണ് വരേണ്ടത്. ആ നോട്ട് ഓൾ ഓഫ് ദി, ആ സോ ആൻഡ് സോ നൗണിന് വേണ്ടിയിട്ടുള്ള വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഇതും എന്താ പറയുക? പ്ലൂറൽ പ്രൊനൗൺ ആയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. ഈ കേസ് നമ്മൾ പറയണത് കൗണ്ടബിൾ നൗണിന് വേണ്ടിയിട്ടാണ്. ഈ കേസ് നമ്മൾ പറഞ്ഞത് കൗണ്ടബിൾ നൗണിന് വേണ്ടിയിട്ടാണ്. അൺകൗണ്ടബിൾ നൗൺ എന്ന് വരുമ്പോൾ നമുക്കറിയാം സമ്മ് വരുമ്പം സം ഷുഗർ, അല്ലെങ്കിൽ എന്താ പറയുക സം സോൾട്ട്, ഓറൽസ് സം ടൈം, ഇങ്ങനെയുള്ള വേർഡ്സിന് നമ്മൾ എന്തായിട്ടാണ് സമ്മിന് ശേഷം കൗണ്ടബിൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. സമ്മിന് ശേഷം കൗണ്ടബിൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം സമ്മിന് ശേഷം അൺകൗണ്ടബിൾ വരുമ്പോൾ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ സെയിം ലോജിക്കാണ് നോട്ട് ഓൾ ഓഫിനും വരേണ്ടത്. നോട്ട് ഓൾ ഓഫിന് ശേഷം കൗണ്ടബിൾ വന്നാൽ പ്ലൂറലാണ്. അപ്പോൾ ഈ നൗണ് പ്ലൂറൽ ആയിരിക്കും, വെർബ് പ്ലൂറൽ ആയിരിക്കും, പ്രൊനൗണ് പ്ലൂറൽ ആയിരിക്കും. അതേപോലെ നോട്ട് ഓളിന് ശേഷം എന്ത് വന്നാലാണ്? അൺകൗണ്ടബിൾ വന്നു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്, നൗണും സിംഗുലർ ആയിരിക്കും, വെർബും സിംഗുലർ ആയിരിക്കും, പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓൾ ആൻഡ് ബോത്ത്.
അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓളിനെ കുറിച്ചും ബോത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ കുഞ്ഞു കാര്യം നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ റൂൾസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞില്ല. ചില സമയത്ത് നമുക്ക് എക്സാമിനേഷൻസിൽ അവരിത് ചോദിക്കാം. ഇനിയിപ്പോൾ എക്സാമിനേഷനിൽ ചോദിച്ചില്ലെങ്കിലും ജനറലി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ലെങ്തി ആയ ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആദ്യം വെർബിൻ്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കുറേ നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അല്ലേ. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ആ റൂൾസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. അവിടെ പറയാൻ വിട്ടുപോയ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. നമ്മൾ ജനറലി നമ്മുടെ ചാനലിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. യെസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ നമ്മൾ ആ കാര്യം പാച്ചപ്പ് ചെയ്ത് പോകും അല്ലേ. യെസ്, ആ സെയിം അതേപോലെ ഇവിടെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ അപ്കമിങ് സെഷൻസിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്കറിയാം നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഗ്യാപ്പായി, കുറച്ച് സമയക്കുറവും വേറെ കുറച്ച് തിരക്കൊക്കെ കാരണം നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ഗ്യാപ്പ് വന്നതാണ്. ഇനി മാക്സിമം അങ്ങനെ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ റെഗുലറായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം നമ്മുടെ ചാനലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് എന്ത് ക്വാളിറ്റിയിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം അത്രയും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ അല്ലേ ഒരു ബെസ്റ്റായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ. കണകുണ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു 1 hour അല്ലെങ്കിൽ ഒരു 50 minutes അല്ലേ, ഒരു 50 minutes ഓർ 1 hour ഓർ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷൻ ആയാലും ഒരു 20-25 minutes നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി മനസ്സിലാവുകയും യൂസ്ഫുൾ ആവുകയും ചെയ്യണ രീതിയിൽ ആവണം എന്നുള്ള എന്താ പറയുക ആ ഒരു മോട്ടോയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോണേ. കുറേയൊക്കെ പറ്റുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് പറയണം. നമുക്ക് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസൊക്കെ കവർ ചെയ്യുന്ന ആ ഒരു ഇതിലാണ്. എൻ്റെ മനസ്സിലും കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യെസ്, അപ്പോൾ അതായത് അത്യാവശ്യം വ്യൂവേഴ്സും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലേ കുറേ വ്യൂവേഴ്സും സപ്പോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ എക്സാമിനേഷൻസോ അല്ലെങ്കിൽ നമുക്ക് ലൈവിൽ ഡൗട്ട് ക്ലിയറിങ് സെഷൻസോ അല്ലെങ്കിൽ ലൈവിൽ ക്ലാസ്സസോ അങ്ങനെ അല്ല ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസോ ആവണ രീതിയിലൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകാം. പക്ഷെ എന്നാലും ഇപ്പോൾ ഉടനെ ഒന്നും നടക്കില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കുറച്ച് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അല്ലേ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലും എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉടനെ ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമുക്ക് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ യെസ് അത് എന്തായാലും അണ്ടർ കൺസിഡറേഷനിലായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് പറ്റണ പോലെ നമ്മളത് എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ യെസ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് മിഷൻ ബാങ്കറിൻ്റെ സെഷനിൽ നമുക്കിനി വെർബിൻ്റെ ടെൻസസ് എന്ന് പറയുന്ന കാര്യമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള. യെസ്, അപ്പോൾ നെക്സ്റ്റ് മിഷൻ ബാങ്കറിൻ്റെ സെഷനിൽ നമുക്ക് ടെൻസസും അതിന് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.